ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ഓട്ടത്തിൻ്റെ ഒരു വ്ളോഗാണ്. ഇന്ന് പുറത്ത് പോകണം, ഇവക്ക് ഇയറിംഗ് വാങ്ങിക്കണം, പിന്നെ വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ട്, എഡിറ്റിങ്, പിന്നെ ഫുഡ് ഉണ്ടാക്കൽ, ഉച്ചവരെയുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം പുറത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യാന്നുള്ള രീതിക്ക് അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ച് ലേറ്റായി വന്നാലും നമ്മളിവിടെ വന്നിട്ടല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ ഏട്ടനും അവളൊന്നും എണീച്ചിട്ടില്ല. അപ്പം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു. പിന്നെ ഇനി ചായ ഉണ്ടാക്കണം. ഇവിടുന്ന് ഒരു 10 മണിക്കെങ്കിലും നമുക്ക് ഇറങ്ങിയാലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ഏട്ടന് 2 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് അതിന് മുന്നേ എത്തണം, ഫുഡ് കഴിക്കണം, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് 10 മണിക്കെങ്കിലും ഇറങ്ങാൻ. അവൾ നേരത്തെ എണീറ്റ് കിടക്കുന്നുണ്ട്. അവൾ ഞങ്ങളെക്കാട്ടിലും മുന്നേ അവളാണ് എണീക്കുന്നത് കേട്ടോ. എന്നിട്ട് എണീറ്റ് ഇതേപോലെ ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് ബാക്കിൽ നമ്മുടെ ഇങ്ങനെ ചവിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ എണീക്കുന്നത്. അത് കഴിഞ്ഞ് നീങ്ങി അടുത്ത് ഏട്ടൻ്റെ അടുത്തെത്തി ഏട്ടനെ ചവിട്ടി ഒക്കെ ആകുമ്പോൾ ഏട്ടൻ എണീക്കും. ഈ ഒച്ചയിലൊന്നും എന്തായാലും ഏട്ടൻ എണീക്കില്ല. ഈ തുണിയൊക്കെ ഇനി മടക്കാനുണ്ട്. ഇതെന്തായാലും ഇന്നെന്തായാലും പറ്റില്ല, വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റൊക്കെ ചെയ്തു. രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ അവൾ അധികം വാശിയൊന്നും ഉണ്ടാവില്ല. ഒരു 10 മണി വരെയൊക്കെ സുഖമായിട്ട് കിടന്ന് കളിക്കും, വലിയ പ്രശ്നമില്ല. പിന്നെ ആ ടൈമിലൊക്കെ ഏട്ടനുണ്ടല്ലോ നോക്കാൻ. അങ്ങനെ ഒരു ചെറിയ ഷോർട്സ് എഡിറ്റ് ചെയ്തു. ഇനി ഇരുന്നാൽ നടക്കില്ല, നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് വേണം വേഗം പോകാൻ. അപ്പോൾ ഇന്ന് ഒരു ഉള്ളി, പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു അപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ തേങ്ങയൊക്കെ ചെറുതായിട്ട് മുറിക്കണം, പച്ചമുളകൊക്കെ. അപ്പോൾ നമുക്ക് ചോപ്പറിൽ ഏറ്റവും ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാം. നൈസായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ ഇത് മൊത്തം ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് ഉണ്ടാക്കാം. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അരി കഴുകി വെക്കാം. പിന്നെ ചെറുപയർ ഉപ്പേരിയും കൂടി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ലേശം ഒരു 2 ആൾക്ക് കഴിക്കുന്ന മാത്രം എടുത്ത് ഒന്ന് കുക്കറിൽ വിസിൽ വേവാൻ വെക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോൾ നമ്മുടെ ചോറ്, വെള്ളം, പിന്നെ ചെറുപയർ ഇതൊക്കെ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ആയിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ വെള്ളം തിളച്ച് കിട്ടി, അരി ഇടാം. പിന്നെ ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂട്ടങ്ങ് സെറ്റാക്കാം. അപ്പോൾ അത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്താൽ മതി. അപ്പോൾ അതിലോട്ട് നമ്മൾ ആ വഴറ്റിയ ഉള്ളി ആ സംഭവം ഉണ്ടല്ലോ ചോപ്പറിൽ ചെയ്തത്, അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഞാനൊരു മുട്ട കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇട്ടാൽ ഒരു വേറെ തന്നെ ഒരു നല്ല ടേസ്റ്റാണ് മൊത്തത്തിൽ. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റെങ്കിലും ഇനി ആ മാവ് അവിടെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെണ്ടയ്ക്ക മുറിച്ചിട്ടു ഉപ്പേരിക്കായിട്ട്. പിന്നെ ഇനി ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിലോട്ട് വറുത്തിടണം. അപ്പോൾ വറവ് റെഡിയാക്കിയിട്ടുണ്ട്. മാക്സിമം പാത്രമൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. മിനിമമായിട്ട് അത്യാവശ്യം വേണ്ടുന്ന 2-3 എണ്ണം മാത്രമേ ഇങ്ങോട്ട് എടുത്തുള്ളൂ. അച്ഛനമ്മയും വരുമ്പോൾ മാത്രമേ ഇനി ബാക്കിയുള്ള പാത്രമൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ 2 പേരും എണീറ്റു. മറ്റാൾ ഓൾറെഡി എണീറ്റതാണ്. എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്തൊക്കെയൊക്കെയോ 2 പേരും കൂടി സംസാരിക്കുന്നേക്കാം. എനിക്കൊന്നും മനസ്സിലാവാറില്ല ഭാഷ. അപ്പോൾ ഇനി എണീറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ചായ ആക്കി കൊടുക്കാം. ചായയുടെ കൂടെ തന്നെ അപ്പവും കൊടുക്കാം. ഇനി ലേറ്റ് ആക്കാനൊന്നും പിന്നീട് കഴിക്കാനൊന്നും ടൈമില്ല. അപ്പോൾ 2 കൂടി ഒരുമിച്ചാകട്ടെ. അപ്പോൾ അപ്പം ചൂടാം, കിട്ടും. അതായത് അടി പിടിക്കൊന്നുമില്ല. അടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കട്ടിയിൽ ചുട്ടെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ബാക്കിയുള്ള അപ്പം ചുടണം. ഒന്ന് വെച്ചിട്ടുണ്ട്, അതിനി റെഡി ആവട്ടെ. പിന്നെ നമ്മുടെ
ചെറുപയർ ഉപ്പേരി, അപ്പം കംപ്ലീറ്റ് ആക്കണം. പിന്നെ ചോറ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതും ആവും. പിന്നെ ഉണക്കമീൻ ഉണ്ടാക്കണം ഉച്ചയ്ക്ക്. അത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നില്ല, വെള്ളത്തിലിട്ട് വയ്ക്കാം. വന്നിട്ടാകുമ്പോൾ മസാലയൊക്കെ പുരട്ടി പൊരിക്കാം. അപ്പോൾ അത് അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ ആ കളർ കണ്ടോ, അത് നമ്മൾ മുട്ട ചേർത്തുകൊണ്ട് കേട്ടോ, കുറച്ചധികം മഞ്ഞ കളർ നമുക്ക്. അപ്പോൾ ചായ ആയിട്ടുണ്ട്, ഇനി ചായയുടെ കൂടെ ഇതങ്ങ് കൊടുക്കാം. അങ്ങനെ 2 പേരും കൂടി ചായ കുടിച്ച് പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടിയില്ല. ലാസ്റ്റ് മിനിറ്റ് ഇതാ വെണ്ടയ്ക്കയും കൂടി ആവുന്നുണ്ട്. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ. ഇനി അവളെ റെഡി ആക്കണം. പിന്നെ അവളെ എന്തായാലും കുളിപ്പിക്കാനൊന്നും ഇന്ന് ഇപ്പോൾ സമയമില്ല. ഇനി വന്നിട്ട് അമ്മ നോക്കാം. സമയമില്ലാത്ത സമയത്ത് ആ കുട്ടിക്ക് കമഴാൻ പറ്റും, സമയമുള്ളേരം കമഴാൻ പറ്റില്ല. 10 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ ദാ 11 മണിയായി. സാരില്ല, നമ്മൾ 1 മണിക്കൂറല്ലേ ലേറ്റ് ആയില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ ഇനി വേഗം പോവാം. കുറേ പണിയുണ്ട്. ഏട്ടൻ്റെ ക്ലാസ്സിൽ ഇനി വലിയൊരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പണി എന്തൊക്കെയോ ആൾക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് ഇവിടെ കണ്ണൂരുള്ള ഏറ്റവും വലിയ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഈ ജ്വല്ലറിയാണ്. എല്ലാവരും ഇവിടെ തന്നെയാണ് ഗോൾഡ് എടുക്കാറ്. മറ്റേ ജോസ്കോ എന്ത് തന്നെ വലിയ വേറെ ജ്വല്ലറി ഉണ്ടെങ്കിലും എല്ലാവരും ഈ കൃഷ്ണ ജ്വല്ലേഴ്സിൽ വന്നിട്ടാണ് എന്തും എടുക്കാറ്. പണ്ടത്തെ കാതുകുത്തുന്ന രീതിയിൽ കുത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, ഗണ്ണ് വേണ്ട വിചാരിച്ചിട്ടായിരുന്നു. ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ കാതുകുത്തുന്ന ആളുണ്ടായിരുന്നു, സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പിന്നെ ഒരു ദിവസം അതിനായിട്ട് ഇരിക്കണ്ടല്ലോ, പോകണ്ടല്ലോ വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ കുത്താൻ വിചാരിച്ചു. അപ്പോൾ അച്ഛനൊക്കെ വിളിച്ച് ജോൽസിൻ്റെ ടൈമൊക്കെ നോക്കിയപ്പോൾ 1 മണിക്കുള്ളിൽ കുത്തിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ അങ്ങ് കുത്താന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, വിചാരിക്കാതെ. അല്ലാതെ കുത്താനായിട്ട് നമ്മൾ പോയതൊന്നും ആയിരുന്നില്ല. കാത് കുത്തുന്നതിൽ ഏറ്റവും താല്പര്യക്കുറവുള്ളത് ഏട്ടനാണ്. അവൾ വലുതാകുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ അന്നേരം പോയി കുത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇത്രയും ദിവസം ഇരുന്നത്. പിന്നെ എല്ലാവരെയും നിർബന്ധം കൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കാത് കുത്താൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു 2 എണ്ണം ഞാൻ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഒരു സ്റ്റാർ പോലത്തെ ഡിസൈനുള്ളത് മതിയെന്ന് ഏട്ടൻ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മളത് കുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ബില്ലൊക്കെ ചെയ്ത് താഴത്തെ ഫ്ലോറിൽ പോയിട്ട് ഇനി നമുക്ക് അടിക്കണം. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്, അവരിപ്പോൾ വരും. അപ്പോൾ കാതുകുത്തുന്ന വേദന എങ്ങനെ ഇവൾ എന്താ പറയുക, എങ്ങനെ സഹിക്കും, എങ്ങനെ പിടിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് മാത്രമല്ല, കുത്തുന്ന ടൈമിൽ എൻ്റെ മനസ്സിലൂടെ പോയത്, ഇപ്പോൾ ഒരു ഗേൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ കുത്തുന്നത്. അപ്പോൾ ഒരു ഗേളിന് ഇനി എന്തെല്ലാം വേദന സഹിക്കാനുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തുമ്പോഴുള്ള ഡെലിവറി സംബന്ധമായ വേദനകൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനി സഹിക്കണ്ടേ, അതൊക്കെയാണ് എൻ്റെ മനസ്സിലോട്ട് പോയത്. കുത്തുന്ന ടൈമിൽ നല്ലോണം കരഞ്ഞു. പിന്നെ
ഭയങ്കര ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ഫീഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല ആ കുത്തുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ കാത് കുത്തിയൊരു വേദന ഒരു സംബന്ധമായ ഒരു കരച്ചിലോ ഒന്നും വാശിയോ ഒന്നും അവൾക്കില്ല. അതന്നെ എത്രയോ ഭാഗ്യമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾ ഉറക്കണീറ്റ്. അവൾ ഫുൾ ഫ്രഷായി. പിന്നെ കാത് കുത്തിയൊരു കുട്ടിയാണെന്നേ തോന്നില്ല. പിന്നെ കരച്ചിലോ ഒന്നുമില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാത് കുത്തി കമ്മലൊക്കെ ഇട്ട് കുറച്ച് ദിവസം ഫേസ് കാണുമ്പോൾ എന്തോ ഒരു നമുക്കങ്ങ് അഡ്ജസ്റ്റായി വരാൻ ഒരു ടൈം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവൾക്ക് എന്തോ എനിക്ക് കമ്മൽ കുത്തിയിട്ട് ഭയങ്കര ചേർച്ച പോലെ തോന്നിയായിരുന്നു. അപ്പോൾ അവൾ അവിടെ കിടന്ന് കളിക്കട്ടെ. നമുക്ക് മീൻ പൊരിക്കണം. രാവിലെ പോകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണല്ലോ. ഇനി ഫുഡ് കഴിക്കണം. എന്നിട്ട് ഏട്ടന് ക്ലാസ്സിന് പോകണം. ഇനി ഏട്ടനൊക്കെ പോയിട്ട് എനിക്ക് അവളുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. എനിക്ക് ആദ്യം കാത് കുത്തിയപ്പോൾ ഞാൻ ഭയങ്കര കൺട്രോളിലായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഭാരം പോലെ തോന്നി ആ കരച്ചിൽ കേൾക്കുമ്പോൾ. നോക്കട്ടെ. അങ്ങനെ കുറേ സമയം കളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മണിക്കൊക്കെ അവൾക്കൊരു ഉറക്കമുണ്ട്. അപ്പോൾ അതങ്ങ് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നു. പിന്നെ കുറച്ച് പാത്രം ഇന്നലെയല്ല രാവിലെ നമ്മൾ എല്ലാം ഉണ്ടാക്കി എന്നല്ലാണ്ട് ഒന്നും കഴുകിയിട്ടില്ല പാത്രം. അപ്പോൾ അതൊക്കെ കഴുകാനുണ്ട്. അപ്പോഴത്തേക്കും നല്ല വിശപ്പ് തുടങ്ങി. ഇവിടെ കുറച്ച് മുന്നേ ജിത്തുവേട്ടൻ്റെ വല്യമ്മ അൽസ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ജിത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഈ അൽസ എന്ന് പറയുന്ന ഇത് ഗോതമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് അങ്ങനെ കുറച്ച് നട്ട്സും പിന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും. ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു സാധനം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഇത് നമ്മുടെ മുസ്ലിംസിൻ്റെ മാരേജ് അല്ലെങ്കിൽ ഫങ്ഷൻസിനൊക്കെ സ്റ്റാർട്ടിങ് ഇതല്ലേ കൊടുക്കാറ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് കറക്റ്റ് വെക്കും മനസ്സിലാവും. ആ ടൈമിൽ ഇവൾ കറക്റ്റ് കരയും. അപ്പോൾ പുറത്തെടുത്ത് കിടത്തി ഫീഡൊക്കെ ചെയ്തു. ഇനി അവളവിടെ കിടന്ന് കളിക്കട്ടെ. അപ്പം നമുക്ക് അൽസ തിന്നാം. ഞാനിത് കഴിക്കാത്തൊരു സാധനമാണ്. ഇതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് പൊതുവെ ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതെന്തോ എനിക്ക് വലിയ ഉണ്ടാക്കിയത് അടിപൊളിയായിട്ടുണ്ട്. നന്നായി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് അധികം എടുത്ത് കഴിച്ചു. ഇന്ന് നൈറ്റ് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം അവിടെ ക്ലാസ്സിൽ മറ്റന്നാൾ ടൂർണമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ നമ്മൾ സ്റ്റുഡൻസൊക്കെ വന്ന് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഒക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടി ഏട്ടൻ വാങ്ങിക്കുന്നുണ്ട്, ഇങ്ങോട്ട് കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് ഇവളെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു.
പിന്നെ ഇവളെ ഇനി ഉറക്കണം. ഒരു 9 മണിയാകുമ്പോൾ ഇവളെ ഞാൻ ഉറക്കാൻ തുടങ്ങും. വേദനയില്ലല്ലേ? വേദന എടുത്ത് ഇങ്ങനെ കൂക്കുക അല്ലേ? കൈനെ കൊണ്ട് വിരിക്കുകയും ചെയ്യല്ലേ ചെവി കേട്ടാ? കേട്ടിനോ? ഒക്കെ വരുന്നുണ്ടോ? ഒക്കെ വരുന്നുണ്ടോ? 9 മണിക്ക് കിടത്തേക്ക് ഉറക്കി. പക്ഷേ ഏട്ടൻ വന്നപ്പോഴത്തേക്ക് അവൾ എണീറ്റു, ആൾ ഫ്രഷായി. പിന്നെ ഏട്ടനായി ഉറക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതൊക്കെ മടക്കി വെക്കാനുണ്ട്, പിന്നെ തുണി ആറിടാനുണ്ട്. അത് ഏട്ടൻ ചെയ്തോളും. അപ്പോൾ ഇവൾക്ക് ഇനി ചോറ് കൊടുക്കേണ്ട ടൈമായി വരുന്നു. അപ്പോൾ മോസ്റ്റ്ലി നെക്സ്റ്റ് വീക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാനായിട്ട് തന്നെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ചോറ് കൊടുക്കലിന് ഇടണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.